സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ തിമിംഗലങ്ങൾ ചത്തതിൽ ആശങ്കയേറുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 6 തിമിംഗലങ്ങളാണ് ദുരൂഹമായി ചത്തത്. ചത്ത തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. ഇക്കൊല്ലം മാത്രം 14 തിമിംഗലങ്ങളാണ് ചത്തത്. ഇവയിൽ ചിലതിന്റെ മാത്രം പോസ്റ്റ്മോർട്ടം നടത്തി. മറ്റുള്ളവ പൂർണ്ണമായി അഴുകിപ്പോയ നിലയിലായിരുന്നു. അതിനാൽ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കപ്പലുകൾ ഇടിച്ചതാണ് 3 തിമിംഗലങ്ങളുടെ മരണത്തിനിടയാക്കിയതെന്നാണ് കണ്ടെത്തൽ. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ തിമിംഗലങ്ങളുടെ എണ്ണവും സാധാരണയിലധികമായി വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 33 ഗ്രേ തിമിംഗലങ്ങളെയാണ് കണ്ടെത്തിയത്. ആർട്ടിക് കുടിയേറ്റത്തിന് മുൻപ് കുറച്ച് ആഴ്ചകൾ കൂടി ഗ്രേ തിമിംഗലങ്ങൾ ഉൾക്കടലിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. തിമിംഗലങ്ങൾ കൂട്ടത്തോടെ ഉൾക്കടലിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എണ്ണം കൂടിയതാണോ മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ശബ്ദ സിഗ്നലുകൾ, സ്വരങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് തിമിംഗലങ്ങൾ ആശയവിനിമയം നടത്തുന്നതും സഞ്ചരിക്കുന്നതും. സാമൂഹിക ഇടപെടലിനും ആശയവിനിമയത്തിനും വിവിധ തരം ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. ജലോപരിതലത്തിൽ വാലും ചിറകുമടിക്കുന്നത് പോലുള്ള ആശയവിനിമയവും ഉപയോഗിക്കാറുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.